കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ CUT എക്സാമിന്റെ ആൻസർ കീ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സുവർണാവസരം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. നമുക്ക് നമ്മുടെ ആൻസേഴ്സ് ചാലഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓക്കെ, UGC പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ തെറ്റാണ് എന്ന് രേഖപ്പെടുത്താനുള്ള അവസാന ദിവസം ജൂലൈ 9 വിത്തിൻ 2 days അഥവാ ജൂലൈ 10 അല്ലെങ്കിൽ 11 നമുക്ക് നമ്മുടെ CUTയുടെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം മക്കളെ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുണ്ട് അല്ലേ? ഒരുപാട് കാലത്തെ ഒരു കാത്തിരിപ്പിന്റെ ഒരു റിസൾട്ട് ആണ് ഈ പറയുന്ന ദിവസങ്ങളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാം. കൂടാതെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, ആ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റുകൾ നിങ്ങൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഈവൻ നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി ആയാലും അതുപോലെ തന്നെ ICARന്റെ സൈറ്റുകളായാലും നിങ്ങൾ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുക. അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. എന്താണ്? നമ്മുടെ CUT ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഡെയിലി ഇവിടെ എന്തൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ട് എന്ന് വെയിറ്റ് ചെയ്തിരുന്ന് കാണുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. കാരണം അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറക്കരുത്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ആൻസർ കീ ചാലഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർബന്ധമായും ജൂലൈ 9 ചെയ്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട് എന്നാണ് വരുന്നത് എന്നുള്ളത് കാത്തിരിക്കുക. 10നോ 11നോ വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക.